വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയെപ്പറ്റി അനുജത്തി സിസ്റ്റർ സൽമി പോൾ പറയുന്നത് കേൾക്കാം. മുറിവുകളാൽ നിറഞ്ഞ ചേച്ചിയുടെ മൃതദേഹത്തെ സ്പർശിച്ചപ്പോൾ ചേച്ചിയുടെ വാക്കുകൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു. പാവങ്ങൾക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാലും എനിക്കതിന് പേടിയില്ല. ഈശോയ്ക്ക് വേണ്ടി ഞാൻ അതിന് തയ്യാറാണ്. എൻ്റെ മനസ്സിൻ്റെ ഭാരം കുറഞ്ഞു. സിസ്റ്റേഴ്സ് എന്നെ അടുത്ത മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ ഇരുത്തി. അവിടെ ഇരുന്നു കൊണ്ട് ചേച്ചിയെ എനിക്ക് കാണാമായിരുന്നു. എൻ്റെ മനസ്സ് തേങ്ങി. ചേച്ചിയുടെ ആഗ്രഹം പൂർത്തീകരിച്ചു. എങ്കിലും എൻ്റെ വികാരങ്ങളെ എനിക്ക് നിയന്ത്രിക്കാനായില്ല. വനത്തിലെ റോഡിൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാൻ ആരുമില്ലാതെ നിസ്സഹായയായി രക്തം വാർന്നൊലിച്ച് ഇഞ്ചിഞ്ചായി അവസാന ശ്വാസം വലിക്കുന്ന രംഗം എനിക്ക് സഹിക്കാവുന്നതായിരുന്നില്ല. കുരിശിൽ പിടയുന്ന ഈശോ എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ, നീ കുരിശിൽ കിടന്ന് പിടയുന്ന സമയത്ത് നിൻ്റെ പ്രിയപ്പെട്ട അമ്മയും ശിഷ്യനും മറ്റു സ്ത്രീകളും നിൻ്റെ കുരിശിൻ്റെ താഴെ ഉണ്ടായിരുന്നല്ലോ. അത് നിനക്ക് വലിയ ഒരു ആശ്വാസമായിരുന്നില്ലേ? ഒരു കുഞ്ഞിനെപ്പോലും എൻ്റെ ചേച്ചിയുടെ അടുത്തുണ്ടാകാൻ നീ അനുവദിച്ചില്ലല്ലോ. എൻ്റെ ചേച്ചി നന്മ മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. ഇതുതന്നെ ഞാൻ ആവർത്തിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ മനസ്സ് സാവധാനം ആഴമായ ഒരു മൗനത്തിലായി. അപ്പോൾ ഞാനൊരു സ്വരം കേട്ടു. ഞാനും അമ്മയും അവളുടെ അടുത്തുണ്ടായിരുന്നു. അതുപോലെ നിനക്ക്. ഈ സ്വരം ഏറെ സമാധാനവും പ്രതീക്ഷയും എനിക്ക് നൽകി. ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടൽ എനിക്ക് അതിൽ അനുഭവിക്കാൻ കഴിഞ്ഞു. കൊലയാളികൾ ദൈവത്തിൻ്റെ കൈകളിലെ ഉപകരണങ്ങൾ മാത്രമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അവരോട് ആത്മാർത്ഥമായി ക്ഷമിക്കാനുള്ള കൃപ ക്രൂശിതനിൽ നിന്നും എനിക്ക് ലഭിച്ചു. ക്രൂശിതനായ ഈശോയെപ്പോലെ ശരീരം മുഴുവൻ മുറിവുകളേറ്റ് തൻ്റെ ജനത്തിനു വേണ്ടി മരിക്കാനുള്ള വലിയ കൃപയാണ് ഈശോ ചേച്ചിക്ക് സമ്മാനിച്ചത് എന്ന് എനിക്ക് തോന്നി. 1995 ഫെബ്രുവരി 27 ചേച്ചിയുടെ പാവന ശരീരം മൃതസംസ്കാര ചടങ്ങുകൾക്കായി ഇൻഡോറിൽ നിന്നും ഉദയനഗറിലേക്ക് കൊണ്ടുപോയി. ഒരു ക്യാൻസർ രോഗിയായിരുന്ന എൻ്റെ ആരോഗ്യസ്ഥിതി വ്യക്തമായി അറിഞ്ഞിരുന്ന പ്രൊവിൻഷ്യൽ സിസ്റ്റർ സ്റ്റാൻലി എനിക്ക് വേണ്ടി ആംബുലൻസ് തയ്യാറാക്കിയിരുന്നു. എന്നാൽ ചേച്ചിയുടെ പാവന ശരീരം വെച്ചിരുന്ന ബസ്സിൽ ചേച്ചിയുടെ അടുത്തിരുന്ന് യാത്ര ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. സിസ്റ്റർ സ്റ്റാൻലി അത് അനുവദിച്ചു. അന്ന് ആദ്യമായിട്ടാണ് 105 കിലോമീറ്റർ ദൂരം യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഞാൻ യാത്ര ചെയ്തത്. എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും അതുവരെ എത്തിച്ചേർന്നിരുന്നില്ല. അവരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ആ കാര്യവും ഞാൻ ചേച്ചിയെ തന്നെ ഏൽപ്പിച്ചു. അത് ചേച്ചി ഭംഗിയായി നിർവഹിച്ചു എന്നതിൻ്റെ സൂചനയായി ബാഗിലിൽ വെച്ച് എൻ്റെ അപ്പച്ചനും സഹോദരങ്ങളും ബസ്സിലേക്ക് കയറി വന്നപ്പോൾ എൻ്റെ മൂത്ത സഹോദരൻ സ്റ്റീഫൻ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, ചേച്ചി ഭാഗ്യവതിയാണല്ലോ, ചേച്ചിയുടെ ആഗ്രഹം സാധിച്ചല്ലോ എന്ന്. ചേച്ചി തന്നെയാണ് അവർക്ക് ഈ ധൈര്യം പകർന്നു കൊടുത്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശവസംസ്കാരത്തിന് ശേഷം ഞാൻ ഉദയനഗറിൽ ചേച്ചിയുടെ കോൺവെൻറ്റിൽ തന്നെ ജീവിച്ചു. ചേച്ചിയുടെ മുറിയിൽ ചേച്ചിയുടെ കട്ടിലിൽ തന്നെ കിടക്കാനും ചേച്ചിയുടെ പ്രവർത്തന മേഖലകൾ കാണാനും എനിക്ക് ഭാഗ്യം ലഭിച്ചു. ചേച്ചിയുടെ മരണശേഷം ദുഃഖവെള്ളിയാഴ്ച ദിവസം ആദ്യമായാണ് എൻ്റെ അമ്മ ഉദയനഗറിൽ എത്തുന്നത്. ഒരാഴ്ചയോളം അമ്മ ഞങ്ങളുടെ കൂടെ താമസിച്ചു. അമ്മയും ഞാനും കൂടെ എന്നും ചേച്ചിയുടെ കബറെടുത്തെങ്കിൽ പോകുമായിരുന്നു. ഒരു ദിവസം ഞാൻ ചോദിച്ചു, അമ്മേ, പോകുന്ന വഴി ചേച്ചിയുടെ കൊലയാളികളെ കണ്ടാൽ അമ്മ എന്തു ചെയ്യും? അമ്മ ഉടനെ പറഞ്ഞു, ഞാൻ അവൻ്റെ കൈകൾ പിടിച്ച് ഉമ്മ വയ്ക്കും. എൻ്റെ പൊന്നും കട്ടയുടെ രക്തം വീണ കൈകളാണത്. ഇത് കേട്ട ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അമ്മയ്ക്ക് ഈ ധൈര്യം പകർന്ന ദൈവത്തെ ഞാൻ സ്തുതിച്ചു. എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും ക്ഷമിക്കാനുള്ള കൃപ ലഭിച്ചത് ചേച്ചി തൻ്റെ കൊലയാളികളോട് ക്ഷമിച്ചതുകൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ ചേച്ചിയുടെ കോൺവെൻറ്റിൽ ചിലവഴിക്കുന്ന കാലം 1995 നവംബറിൽ മാരകമായ മലേറിയയും മഞ്ഞപ്പിത്തവും എന്നെ പിടികൂടി. എന്നെ ഭോപ്പാലിലേക്ക് കൊണ്ടുപോയി. ലിവർ ക്യാൻസറിൻ്റെ അവസാനം മഞ്ഞപ്പിത്തമാണെന്ന് മനസ്സിലാക്കിയിരുന്ന ഞാൻ എൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്ന് തന്നെ കരുതി. അതിശക്തമായ പനി 6 ദിവസം നീണ്ടു നിന്നു. മാതാപിതാക്കളും സഹോദരങ്ങളും വരാനൊരുങ്ങി. എൻ്റെ രോഗാവസ്ഥയ്ക്ക് പെട്ടെന്നൊരു വ്യത്യാസം വന്നു. എന്നെ ഡിസ്ചാർജ് ചെയ്തു. ഞാൻ ഭോപ്പാൽ ബിഷപ്പ് ഹൗസിൽ വിശ്രമിക്കുമ്പോൾ ഒരു ദിവസം പകൽ അല്പം മയങ്ങുന്ന സമയത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ രോഗിയായി കിടക്കുന്നു. നാട്ടിൽ നിന്ന് വന്ന എൻ്റെ സഹോദരങ്ങൾ എൻ്റെ കട്ടിലിൻ്റെ അടുക്കൽ നിൽക്കുന്നു. ചേച്ചി സിസ്റ്റർ റാണി എന്നെ ശുശ്രൂഷിച്ചിട്ട് തിരിച്ചു പോകാനായി
സൂട്ട് കേസ് പാക്ക് ചെയ്യുന്ന രംഗമാണ് ഞാൻ കണ്ടത്. ഞാൻ മനസ്സിലോർത്തു, ഇത് ചേച്ചിയാണല്ലോ, ചേച്ചി മരിച്ചു പോയതാണല്ലോ, ചേച്ചി എങ്ങനെ ഇവിടെ എത്തി? അപ്പോൾ എൻ്റെ കസിനായ സിസ്റ്റർ സോണി മരിയ ചോദിച്ചു, റാണി അന്ന് ഒത്തിരി മുറിവുണ്ടായിരുന്നല്ലോ, അതൊക്കെ കരിഞ്ഞുണങ്ങിയോ? അപ്പോൾ ചേച്ചി പറഞ്ഞു, ഒരു മുറിവ് മാത്രമേ ആഴത്തിലുണ്ടായിരുന്നുള്ളൂ, അതും ഉണങ്ങി. അപ്പോൾ ഞാൻ കണ്ണു തുറന്നു. ഇത് എന്നെ വല്ലാതെ സ്പർശിച്ചു. സിസ്റ്റർ സ്റ്റാൻലിയോട് ഇത് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, സെൽമിക്ക് തീരെ വയ്യാതെ വന്നപ്പോൾ ഞങ്ങൾ സിസ്റ്റർ റാണിയുടെ മധ്യസ്ഥം വഴിയാണ് പ്രാർത്ഥിച്ചത്. റാണി തന്നെയാണ് സിസ്റ്റർ സെൽമിയെ സുഖപ്പെടുത്തിയത്. എൻ്റെ വിശ്വാസം ഉറപ്പിക്കുന്നതിനായി എൻ്റെ അനുജത്തി ലൂസിക്കും ഒരനുഭവമുണ്ടായി. അവൾക്ക് എൻ്റെ അസുഖത്തെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. അവളുടെ സ്വപ്നം ഇങ്ങനെയായിരുന്നു: ലൂസി കൊച്ചിനെയുമായി ഏതോ ഒരു ആശുപത്രിയിൽ ചെല്ലുന്നു. അടുത്തുള്ള മുറിയിൽ ഞാൻ പനിച്ചു വിറച്ച് കിടക്കുന്നു. ചേച്ചി എന്നെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നു. ചേച്ചിയെ കണ്ടപ്പോൾ അവൾ ചോദിച്ചു, ചേച്ചി മരിച്ചു പോയതല്ലേ, എന്താണ് ഇവിടെ ഇരിക്കുന്നത്? ചേച്ചി പറഞ്ഞു, സഹോദരിമാർ പള്ളിയിൽ പോയിരിക്കുകയാണ്, ഇവളുടെ അടുത്ത് ആരുമില്ല, ഇവൾക്ക് നല്ല പനിയാണ്, അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഇത് കേട്ട ഉടനെ അവളും കണ്ണു തുറന്നു. അവളുടെ ഈ സ്വപ്നവും കൂടി കേട്ടപ്പോൾ എനിക്ക് പൂർണ്ണ വിശ്വാസമായി. ചേച്ചി എൻ്റെ രോഗവേളയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവെന്നും അങ്ങനെയാണ് എനിക്ക് രോഗശാന്തി കിട്ടിയതെന്നും പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ വൻകുടലിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ 26 വർഷങ്ങൾ കഴിഞ്ഞു. ഇന്ന് പൂർണ്ണമായ ആരോഗ്യം എനിക്കുണ്ട്. ദൈവത്തിന് സ്തുതിയും മഹത്വവും. ചേച്ചിയെപ്പറ്റി ഒരു വാക്കുകൂടി. ദൈവപിതാവിൻ്റെ വ്യവസ്ഥകളില്ലാത്ത സ്നേഹവും കരുണയും കവിഞ്ഞൊഴുകുന്നതായിരുന്നു റാണിയുടെ ജീവിതവും മരണവും. സമൂഹത്തിൽ ഒന്നുമില്ലാതിരുന്നവർക്കും അവൾ എല്ലാമായി തീർന്നു. ഇതെല്ലാം ഒരു വലിയ രഹസ്യവും അത്ഭുതവുമായി എനിക്ക് അനുഭവപ്പെടുന്നു. ഇതെല്ലാം എങ്ങനെ ചേച്ചി നേടിയെടുത്തു? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചേച്ചിയെ നയിക്കുകയായിരുന്നു. തൻ്റെ ജീവിതം അപകടത്തിലാണെന്ന് വ്യക്തമായി ചേച്ചിക്ക് അറിയാമായിരുന്നു. എന്നിട്ടും തൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറിയില്ല. ചേച്ചി വിശ്വസിച്ചത് ധൈര്യമായി ജീവിച്ചു. പാവങ്ങൾക്ക് വേണ്ടി അവരിലൊരാളായി ജീവിച്ചു. അവരുടെ വേദനകൾ ചേച്ചിയുടെ വേദനകളായിരുന്നു. ഒന്നുമില്ലാത്തവളായി തെരുവിൽ കിടന്ന് പിടഞ്ഞ് അവസാനത്തുള്ളി രക്തം വരെയും ഒഴുക്കി. ഓരോ കുഞ്ഞിനും ഈശോ ഈശോ എന്ന് വിളിച്ചുകൊണ്ട് ചേച്ചി തൻ്റെ മണവാളൻ്റെ പ്രേമഭാജനമായി മാറി. നന്മയല്ലാതെ ചേച്ചി ഒന്നും ചെയ്തിട്ടില്ല. സമാധാനമല്ലാതെ ചേച്ചി ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ദൈവരാജ്യത്തിന് വേണ്ടി 54 മുറിവുകൾക്ക് ചേച്ചി ഇരയായി. പ്രതിസന്ധികളിൽ പതറാത്ത ചേച്ചിയുടെ ധീരോദാത്തമായ മാതൃക അനുകരിച്ചുകൊണ്ട് ഇന്നത്തെ വെല്ലുവിളികളും പീഡനങ്ങളും നമുക്ക് അഭിമുഖീകരിക്കാം. ജയ് യേശു.